ചാലിശ്ശേരി പഞ്ചായത്ത് പെരുമണ്ണൂർ പാടശേഖരത്തിൽ 330 ചാക്ക് നെല്ല് പാടത്ത് തന്നെ. മഴയും കാട്ടുപന്നിയും ഭീഷണിയാകുന്നു. നെല്ല് വേഗത്തിൽ സംഭരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വിയർപ്പും പ്രതീക്ഷയും ചേർത്ത് വളർത്തിയ നെല്ല് വിളവെടുത്ത ശേഷം അത് വീടുകളിലേക്കോ സംഭരണശാലകളിലേക്കോ എത്താതെ പാടത്ത് തന്നെ കിടക്കുന്നത് പെരുമണ്ണൂർ പാടശേഖരത്തിലെ കർഷകരെ മനസ്സിൽ ആശങ്കയുടെ കാറ്റ് വീശുന്നു. വിളവെടുപ്പ് കഴിഞ്ഞ് 1.5 മാസം കഴിഞ്ഞിട്ടും നെല്ല് സംഭരണം ആരംഭിക്കാത്തതോടെ 1000 ചാക്ക് നെല്ലാണ് പാടത്തും വീടുകളിലുമായി കെട്ടിക്കിടക്കുന്നത്. ഇതിൽ വീട്ടിൽ സൂക്ഷിക്കാൻ സൗകര്യമില്ലാത്ത 3 കർഷകരുടെ 200 ചാക്ക് നെല്ല് ഇപ്പോഴും പാടത്ത് തന്നെയാണ് കെട്ടിക്കിടക്കുന്നതെന്ന് കർഷകനായ പ്രമോദ് പറഞ്ഞു. അന്ന് മഴ പെയ്തിട്ട് അതിനായുള്ള മുഴുവൻ വെള്ളം വരുമ്പോ കണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട്. അവിടെ കിടന്നിരുന്ന എല്ലൊക്കെ മേലേക്ക് കയറ്റി വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇത് കുറെ നനഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് ടാർപ്പായ എടുത്തിട്ട് ഉണക്കി 2ാം ട്രിപ്പ് പായിട്ട് ക്ലിയർ ആയത് വെച്ചിട്ടുള്ളതാണ്. ഇത് ടോട്ടൽ ഇപ്പൊ ഈ ഇരിക്കണത് 200 ചാക്ക് ഉണ്ട്. പിന്നെ മേലെ കയറ്റിച്ചത് വേറെ 120 ചാക്ക് വേറെ ഇരിക്കുന്നുണ്ട്. അങ്ങനെയായിട്ട് കുറെ എല്ലാരും ബുദ്ധിമുട്ടിൽ തുടങ്ങിയിട്ട് ഇവിടെ മാത്രല്ല അതിന്റെ കിഴക്ക് ഭാഗവും പാടത്തിലെ കുറെ ആൾക്കാരുടെ നെല്ലുകൾ വീട്ടുകളിൽ ഇരിക്കുന്നുണ്ട്. സംഭരണം കൊണ്ട് വീട്ടില്. അപ്പൊ എല്ലാവരും നല്ല ബുദ്ധിമുട്ടിലാണ്. അത്രയും പെട്ടെന്ന് എടുത്ത് അത്രയും നല്ല. ആകാശം കറുത്താൽ തന്നെ നെഞ്ചു തീർന്ന അവസ്ഥയാണെന്ന് കർഷകൻ ഗോപി പറഞ്ഞു. സംഭരണത്തിനായി ടോക്കൺ ലഭിച്ച 1 മാസം കഴിഞ്ഞിട്ടും മില്ലുകാർ നെല്ലെടുക്കാൻ എത്തിയില്ലെന്ന് പാടശേഖര സമിതി ഭാരവാഹികൾ പറഞ്ഞു. മഴയും കാട്ടുപന്നി ശല്യവും ചേർന്ന് നെല്ല് നശിപ്പിക്കുമെന്ന ഭീതിയാണ് കർഷകർക്ക് ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. കഴിഞ്ഞ മാസം 23 പെയ്ത മഴയിൽ ഏറെ പ്രയാസപ്പെട്ടാണ് കർഷകനായ ഗോപി മഠത്തിൽപ്പടി 170 ചാക്ക് നെല്ല് പാടത്ത് നിന്ന് ഉയർന്ന സ്ഥലത്തേക്ക് മാറ്റിവെച്ചത്. 1 വർഷത്തെ വിയർപ്പാണ് കണ്ണിന് മുമ്പിൽ നശിച്ചു പോകുമെന്ന പേടിയാണെന്ന് ഗോപി വേദന പങ്കിട്ടു. 1 മാസത്തോളം ഇതിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് അവിടുന്ന് എടുത്ത് ഇങ്ങോട്ടേക്ക് അവിടെ വന്ന് അവിടുന്ന് ഏറ്റി ഇങ്ങോട്ട് കൊടുന്നെച്ച് ഇത് എന്നും വന്ന് എടുത്തിടുക. ടാർപ്പായ വാടകയ്ക്ക് കൊടുന്നിട്ടാണ് അതിന് വാടക കൊടുക്കണം. എന്നപോലെ അതൊക്കെ പന്നികൾ ഇതൊക്കെ കുത്തി കേടെടുത്ത് കുത്തി പൊളിക്കുക. അങ്ങനെ കഴിഞ്ഞ 1 മാസത്തോളമായി ഞങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടി. 1 മാസത്തിന് മേലെ ഇവിടെ കൊടുക്കും. 1 മാസത്തിന് മേലെ ഇപ്പൊ ഇവിടെ കൊടുന്ന് ബുദ്ധിമുട്ടിട്ട് ഇവിടെ കിടക്കും. എത്ര ചാക്ക് അരി? ഇത് 130 ചാക്ക് ഇവിടെ ഉണ്ട്. 40 ചാക്ക് അങ്ങേപ്പുറത്ത് എടുക്കാനുണ്ട്. വിൽപ്പനയ്ക്കായി കാത്തിരുന്ന നെല്ല് സംരക്ഷിക്കാൻ ടാർപ്പായകൾ വരെ വാടകയ്ക്കെടുത്ത് മറച്ചിരിക്കുകയാണെന്ന് കർഷകർ പറഞ്ഞു. ശനിയാഴ്ച വിഷയത്തിൽ ഇടപെട്ട വാർഡ് മെമ്പർ കാസിം ബന്ധപ്പെട്ട അധികൃതരുമായി ചേർന്ന് ജില്ലാ കളക്ടറെയും സപ്ലൈകോ അധികൃതരെയും ബന്ധപ്പെട്ടിരുന്നു. നെല്ല് സംഭരണം വൈകുന്നതിനെ കുറിച്ച് അറിവില്ലെന്നാണ് PMO ഓഫീസിൽ നിന്ന് ലഭിച്ച മറുപടി. അതേസമയം ഉടൻ നെല്ല് സംഭരണം നടത്താമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ടെങ്കിലും അത് എത്രത്തോളം നടപ്പാക്കുമെന്ന ആശങ്ക കർഷകർക്ക് ഇപ്പോഴും നിലനിൽക്കുന്നു. കാലവർഷം എത്തുന്നതിന് മുമ്പ് തന്നെ നെല്ല് സംഭരണം നടത്തി കർഷകരെ ആശങ്ക അകറ്റണമെന്നും പഞ്ചായത്ത് കേന്ദ്രീകൃതമായി വിത്ത് ഉൽപാദന കേന്ദ്രങ്ങളും സംഭരണശാലകളും അരിമില്ലുകളും സ്ഥാപിക്കാനുള്ള സാധ്യതകൾ അധികൃതർ പരിശോധിക്കുന്ന സമയമാണിതെന്നും പെരുമണ്ണൂർ പാടശേഖര സമിതി പ്രസിഡന്റ് KS രാജേന്ദ്രൻ പറഞ്ഞു. ഫെബ്രുവരി 3 ചേർന്ന വിപുലമായ യോഗത്തിൽ ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്തിരുന്നുവെങ്കിലും ഇതുവരെ നടപടികളൊന്നും ഉണ്ടായില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 4ാം വാർഡിലെ മെമ്പർ ശ്രീ കാസിം ഇവിടെ വന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട് പാഡി മാനേജ്മെന്റ് ഓഫീസർമാരെ വിളിക്കുകയുണ്ടായി. അതുപോലെ തന്നെ കലക്ടറെ വിളിച്ചു. അദ്ദേഹം ഈ പരാതികൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അവർ പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഇത് എടുക്കാനുള്ള നടപടികൾ എടുക്കാമെന്നാണ്. അതാണ് ഒരു ആശ്വാസമായിട്ട് ഞങ്ങൾ കാണുന്നത്. എന്തുണ്ടാവും പ്രതീക്ഷയോടെ നിൽക്കുകയാണ്. നാളെ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ തുറന്നുള്ള ഏതെങ്കിലും തൊട്ടടുത്ത ദിവസങ്ങളിലോ ഇത് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലാണ് ഇപ്പോൾ ഒരു പ്രതി കൊണ്ടുപോയിട്ടില്ല. എവിടുന്ന് ആരുടെയും കൊണ്ടുപോയിട്ടില്ലെന്നല്ലേ. ഈ പാടത്തിരിക്കുന്നത് അങ്ങേയറ്റം പ്രയാസം. കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പാടത്ത് നിന്ന് ഇത് വീട്ടിൽ കൊണ്ടുപോയി സംഭരിക്കാനും നിവൃത്തിയില്ലാത്തവരാണ്. സ്വാഭാവികമായിട്ടും രാത്രി പന്നിക്ക് കാവല്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പന്നി വന്ന് കുത്തി മലർത്തുകയാണ്. രാത്രി കാവലിരിക്കുകയാണ്. ഇതാണ് അവസ്ഥ. ഒരു നിവൃത്തിയില്ല. അതാണ് മനുഷ്യസമിതി അധ്യക്ഷൻ എന്ന നിലയ്ക്കും ഇവിടെ ഫെബ്രുവരി 3 യോഗം ചേർന്നിരുന്നു. പാഡി മാനേജ്മെന്റ് ഓഫീസർമാരുൾപ്പെടെ തൃത്താല ADA എല്ലാ തൃത്താല ബ്ലോക്കിലെ കൃഷി ഓഫീസർമാരെയും വിളിച്ചു ചേർത്ത യോഗമാണ്. ആ യോഗത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞത് ഒരു പ്രശ്നവും ഇവിടെ ഇല്ലെന്നും യാതൊരു വിഷമവും ഇല്ലാതെ നെല്ല് സംഭരിക്കും, കൃത്യമായ പണം ഞങ്ങൾക്ക് നൽകുമെന്നുമാണ്. അന്ന് പറഞ്ഞിരുന്നത് സപ്ലൈകോ എടുക്കും, പഴയ രീതി തുടരുമെന്നാണ് പറഞ്ഞത്. തുടർന്ന് വരുന്നത് വർഷം മുഴുവൻ മണ്ണിനൊപ്പം ജീവിച്ചവരുടെ വിയർപ്പിനെ വിലകിടുന്ന ദിവസത്തെ കാത്തിരിക്കുകയാണ് പെരുമണ്ണൂർ പാടശേഖരത്തിലെ കർഷകർ.